ഹായ്, അപ്പം നമ്മുടെ ഓണസദ്യ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ബിബി സ്വാമിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിബി സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഓണമായിട്ട് നമ്മൾ അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അക്കൂട്ടൻ എണീറ്റുണ്ട്, അദ്വിക അവിടെ കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നല്ലൊരു ഓണം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അത്തപ്പൂവിലും തുടങ്ങാം. കൂട്ടാ കേട്ടോ, ചെറിയൊരു അത്തപ്പൂക്കളാണ് അല്ലേ കൂട്ടാ? കൂട്ടൻ എണീറ്റപ്പോഴേ അത്തപ്പൂ ഇടാൻ വന്നിരിക്കുക. കുഞ്ഞൊരത്തപ്പൂക്കള റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത സദ്യവട്ടങ്ങളിലേക്ക് നീങ്ങാം. പോവാ. അപ്പം നമ്മൾ രാവിലെ അടുക്കള പരിപാടി തുടങ്ങുകയാണേ. ഇവിടെ വെച്ചു രാവിലെ പരിപാടി തുടങ്ങി. അപ്പം അത് നമ്മൾ അരിയിടാൻ പോവാണ്. അരിയിടൽ കഴിഞ്ഞ് അടപ്രഥമൻ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന അട ഉണ്ടാക്കി ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത്. അടപ്രഥമന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിനകത്തെ. അപ്പം നമുക്കെന്നാ വീഡിയോയിലേക്ക് പോവാം. കമാ എല്ലാവരും വരൂ. അപ്പം നമ്മളെ അടപ്രഥമനുള്ള അട ഉണ്ടാക്കാൻ പോവാം. ഇപ്രാവശ്യം നമ്മൾ അട ഉണ്ടാക്കി ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് നമ്മൾ അട ഉണ്ടാക്കാൻ പോവാണ്. അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒത്തിരി ഇടല്, ലേശം മതി. കിട്ടു. ആ, ഒരു സ്പൂൺ നെയ്യ് കേട്ടോ. ഓക്കെ, ഒരു സ്പൂൺ നെയ്യ് നല്ലതായിട്ട് ഇളക്കിയിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ലൂസാക്കണേ. പച്ചവെള്ളമാണേ, ചൂടുവെള്ളം ഒഴിക്കില്ല, പച്ചവെള്ളം ഒഴിക്കാവുള്ളൂ. ചൂടുവെള്ളം ഒഴിച്ചാൽ കുറുകി പോവും. അപ്പോൾ നമ്മളിത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഇലയിലേക്ക് നമ്മൾ ഒഴിക്കുവാണ്. പയ്യെ ഇങ്ങനെ. അട നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടേ. ഇതിന് നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. നല്ല തണുത്ത വെള്ളമാണ്, ഐസ് വെള്ളമാണ്. അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുക ഈ പാത്രത്തിലേക്ക്. നമുക്ക് അട വേർപെടുത്തി എടുക്കാം. അട ഉയർത്തി എടുക്കുവാണേ. നമുക്ക് മൊത്തം ഒന്ന് വിടർത്തിയിട്ട് വരാവേ. ഹായ്, അപ്പം നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാം. നമ്മൾ ഉരുളി ചൂടായിട്ടുണ്ട്. അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ. നമ്മൾ ശർക്കര നല്ല ഉരുക്കി വെച്ചിട്ടുണ്ട്. മറയൂർ ശർക്കരയാണേ, നല്ല ഉരുക്കി വെച്ചേക്കുന്നതാണ്. ഇത് ഒഴിച്ചു കൊടുക്കുവാണേ. നമുക്ക് തിളപ്പിച്ചെടുക്കാവേ. അപ്പം ശർക്കരമായി നല്ലതായിട്ട് തിളച്ച് റെഡിയായിട്ടുണ്ട്. നമുക്ക് അട ഇട്ട് കൊടുക്കാവേ. നമ്മൾ ഉണ്ടാക്കിയ അടയാണേ, ഇട്ട് കൊടുക്കുവാണേ. കഴിഞ്ഞ ഓണത്തിന് നമ്മൾ പറഞ്ഞാൽ ഇപ്പം ഈ ഓണത്തിന് നമ്മൾ അട ഉണ്ടാക്കി അടപ്രഥമൻ വെക്കുള്ളൂന്ന്. അപ്പം തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതായിട്ടേ കുറുകിയിട്ടുണ്ട്. അടയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നന്നായിട്ട് കുറുകി. നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുവാണേ. നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഏലക്കായും ജീരകവും ചുക്കുപൊടിയും കൂടി ഇട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് അടിച്ചാണ് ഇതിട്ട് കൊടുക്കുവാണേ. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം.
നമുക്കിനി ഒന്നാം പോലെ ഒഴിച്ചു കൊടുത്ത് ഇളക്കി വാങ്ങാവേ. തീ കുറച്ച് വെക്കുവാണേ. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. തേങ്ങക്കൊത്തെ, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ വറുത്ത് ഇടുക. ഇപ്പൊ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഹായ്, അപ്പൊ നമ്മുടെ ഓണസദ്യ റെഡി ആയിട്ടുണ്ട്. ഓണം ഉണ്ണട്ടെ. അപ്പൊ എല്ലാവർക്കും ബിബീസ് ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒരിക്കൽ കൂടി പറയുന്നു. ഹാപ്പി ഓണം പറയാമോ? ഹാപ്പി ഓണം പറ. പിന്നെ ഇന്ന് ഓണം എന്ന് പറഞ്ഞാല് അവിയലുണ്ട്, തോരനുണ്ട്, മാങ്ങാച്ചാറുണ്ട്, കൂട്ടുകറിയുണ്ട്, ഇഞ്ചിക്കറിയുണ്ട്, മോര്, സാമ്പാറ്, പപ്പടം, പുളിശ്ശേരി, സാമ്പാറ്, പപ്പടം, അടപ്രഥമൻ, പാൽപ്പായസം. അപ്പം എല്ലാവരെയും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങളുടെ ചെറിയ ഓണം ആഘോഷിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.